നമുക്കറിയാം യൂദാസിൽ ചതിയുടെ വഞ്ചനയുടെ ഒരു ദുഷ്ടാരൂപി കയറുന്ന കാണാം. അങ്ങനെ ബൈബിള് പറയുന്ന അവനെ പിശാചാണ് അവനെ കൊണ്ടുവന്ന ബൈബിള് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യോഹന്നാൻ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ന്റെ ശ്രീമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ 27. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനെ പ്രവേശിച്ചു. പിന്നെ ഇതാണ് അവനെ കൊണ്ട് പോകുന്നത്. അവൻ പോയിട്ടാണ് യേശുവിനെ വഞ്ചിക്കുന്നത്, ചതിക്കുന്നതും. അതിൻ്റെ പിന്നിൽ സാത്താൻ്റെ അരൂപിയുടെ പ്രവർത്തനമാണ് എന്നാണ് യോഹന്നാൻ പറയുന്ന ഒരു കാര്യം കൊള്ളുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 1 യോഹന്നാൻ 3:8 പറയും, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കൈയടിച്ച കർത്താവ് നന്ദി പറഞ്ഞേ, 2 കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത് കയറിക്കഴിഞ്ഞ് അവനെയും കൊണ്ടങ്ങ് പോകും. കുറേ ആളുകൾക്ക് മുമ്പ് ഒരു രസകരമായ അനുഭവം എനിക്കുണ്ടായി. അത് ബോംബെയിലൊരു കൺവെൻഷൻ നടക്കുമ്പോഴാണ്. ശരിക്കും കൺവെൻഷനിലൊരു ഇടവക ധ്യാനം കുറേ വർഷം മുമ്പ്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസാനം ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരിയെ കാണണമെന്ന് വിചാരിച്ചും പറഞ്ഞു. ഉള്ള കണ്ണുനീരോടെ വന്നൊരു അമ്മയാണ്. അമ്മയെന്ന് വെച്ചാൽ വലിയ പ്രായമൊന്നുമില്ല, 40-45 അത്ര വയസ്സേ കാണുള്ളായിരിക്കും. അപ്പോൾ ഈ സ്ത്രീ വന്നു. അപ്പോൾ ഇത് കരഞ്ഞു. അച്ഛൻ്റെ ഭർത്താവ് വലിയ തിന്മയിൽ, മദ്യപാനം, അശുദ്ധി, എല്ലാ പാപത്തിനും അടിമയാ, വീട്ടിൽ കയറില്ല, പ്രാർത്ഥിക്കില്ല, തെറിവിളിയ, ശാപവാക്ക, മക്കൾ നശിച്ചു, ഞങ്ങളെ ഒന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, നാളെ ആളിനെ കൊണ്ടുവരാമോ ചോദിച്ചു. അവൻ്റെ അച്ഛ ആളോട് പോയി പറയാൻ പോയിട്ട് അടുക്കാൻ പറ്റത്തില്ല. ഞാനും ആളും തമ്മിൽ സംസാരിച്ചിട്ട് കുറേ നാളുകളെ ഒരു രക്ഷയില്ല അച്ഛ. അടുത്ത് ഞാൻ പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുമല്ലോ എനിക്കറിഞ്ഞൂടെ, പക്ഷേ എൻ്റെ സ്വന്തം അനുഭവം ഞാൻ പങ്കുവയ്ക്കാൻ പോവാം. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. ഈശോതെന്ന് കൃപ ഞാൻ ഈ സഹോദരിയുടെ തലയ്ക്ക് വെച്ചിട്ട് ആ മകനെ മനസ്സിൽ കൊണ്ട്, കർത്താവായ ഈശോയുടെ നാമത്തിൽ നിന്നിൽ പ്രവർത്തനം, ദൂരെയുള്ള ആളാണ്, തുഷ്ടാരൂപികളെ ബന്ധിച്ചുകൊണ്ട് കൽപ്പിക്കുന്നു, വിട്ടുമാറുക. അപ്പം ഞാൻ ഈ മകളോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു, നാളെ ദൈവം കൊണ്ടുവരും ആളിനെ. ഇത് സംഭവിക്കുന്നത് വൈകിട്ട് ഒരു 9 മണി സമയത്ത്, ധ്യാനം കഴിയുന്ന സമയത്താണ്. ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ട് ഈ മകളൊക്കെ പോവുക. അപ്പോൾ ഇതിനുശേഷം ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വിശ്രമിക്കാൻ പോയി. രാവിലെ ഒരു 6:30 കഴിഞ്ഞപ്പോൾ ആരോ വന്ന് എൻ്റെ മുറി വന്ന് ഇടിക്കുന്നുണ്ട്. അപ്പോൾ ആരെ ഇടിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ തുറന്നു നോക്കുമ്പോണ്ട് ഈ മനുഷ്യനാണ്. ഈ മനുഷ്യനാന്ന് വെച്ചാൽ ഈ മനുഷ്യൻ വരിക. അപ്പം ഈ മനുഷ്യൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ സംഭവം ഇയാൾ വരുന്നത് വേറെ രീതിയിലാണ്. ഇങ്ങനെ വന്നിട്ട് എൻ്റെ മുറി വന്നിട്ട് അങ്ങ് ഇളകുക. ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം. അപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഓടി വന്നു, അവരും കൂടെ സഹായിച്ചു. അച്ഛൻ വന്നു, അവിടുത്തെ അച്ഛൻ. അപ്പോൾ അച്ഛൻ വന്നപ്പോൾ ഇന്നലെ അച്ഛൻ പ്രാർത്ഥിച്ച് വിട്ടയാളുടെ ഹസ്ബൻഡായത്. വിചാരിച്ചവരോട് പറയുന്നതാണ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രയർ തുടങ്ങി. അപ്പോഴത്തേക്ക് ഈ ഭാര്യ അങ്ങനെ ആരോ പറഞ്ഞു ഈ മനുഷ്യൻ പള്ളിലോട്ടോട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ആളിതൊന്നും അറിയുന്നില്ല. ഒരു സംഭവം ഡെലിവറൻസ് പ്രയർ 1/4 മണിക്കൂർ 1 മണിക്കൂറോളം എടുത്ത് പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന കഴിയപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണു തുറക്കും. ഒരു സുബോധം വന്നിട്ട് പറയണേ, ഞാൻ എവിടെയാ? പ്രൈസ് ഇത് ഏതച്ഛനാ? പ്രൈസ് ഈ സ്ഥലം ഏതാ? പ്രൈസ് ഇതെങ്ങനെ? അപ്പം വൈഫ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടിയെത്തിയിരുന്നു. ആ മനുഷ്യൻ. അപ്പോൾ അതിൻ്റെ ദിവസം വെച്ചാൽ അവിടെ ഞങ്ങൾ ഈ ധ്യാനം നടത്തുന്ന പള്ളിയുടെ അവിടെ നിന്നൊരു 20 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും ഇവരുടെ വീട്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, അന്നൊറ്റ ഡെലിവറൻസ് പ്രയർ കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്ന് ആ മനുഷ്യൻ ഒരു വിശുദ്ധനായൊരു മനുഷ്യനാണ്. കർത്താവിൻ്റെ കൃപയുടെ മനുഷ്യനാണ് ദൈവം. അപ്പോൾ ആ മനുഷ്യൻ ഈ വൈഫിനോട് ഭാര്യയോട് ചോദിക്കും, ഇത് നീ ആരെ എന്നെ ഇവിടെ കൊണ്ടുവന്നു? നീ എങ്ങനെ ഒന്ന് ഞാനെന്താ ഒന്നും അറിയത്തില്ല. ഒരു പറയുന്ന വാക്കുകൾ കാരണം പുള്ളിക്കറിഞ്ഞു. പക്ഷെ ഒരു കാര്യം എനിക്ക് ഈശോനെ മഹത്വപ്പെടുത്തി ബൈബിളിലെ ചില സംഭവങ്ങൾ ശരിയാണ്. പ്രസ്ലോഷ് ബന്ധിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വരും. പ്രസ്ലോഷ് അതിന് വിടുതൽ കിട്ടിയേ പറ്റൂ. അതിനു വേണ്ടി അത് വരും. പ്രസ്ലോഷ് ഈശോയോട് പറഞ്ഞ ഹല്ലേലൂയ. അതൊരു അച്ഛൻ പറയുന്ന കാര്യമൊന്നും ബുദ്ധിക്ക് നിരക്കുന്നല്ല കേട്ടോ, എളുപ്പമൊന്നുമല്ല. പക്ഷെ ഞാൻ തൊട്ട അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു. പ്രസ്ലോഷ് അണക്കരയിൽ ഒരു 10,000 ഇങ്ങനെയുള്ള ആളുകൾ എന്നേക്കും, അല്ലാതെ 1 മാസത്തെ കൂട്ടി നിർത്തലോ 2 മാസത്തെ കൂട്ടി നിർത്തലോ 6 മാസത്തെ കൂട്ടി നിർത്തലോ അല്ല കേട്ടോ അച്ഛൻ പറയുന്നത്. ഫോർ എവർ. പ്രസ്ലോഷ് കർത്താവ് മോചിപ്പിച്ചിട്ടുണ്ട്. പ്രസ്ലോഷ്
കർത്താവിൻ്റെ വലിയ കൃപയാൽ മോചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളൊക്കെ ഇത് എടുത്തു വെക്കുമ്പോൾ, ആഘോഷങ്ങളുടെ എല്ലാം നടുവിൽ ഇത് വെച്ചുകൊണ്ട് ആർത്തിരമ്പുമ്പോൾ അടുത്ത അപകടം വരുന്നുണ്ടെന്നുള്ള കാര്യം ആ കുടുംബത്തിലുള്ളവരും വീട്ടുകാരും ഒക്കെ ഓർത്തോണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാ വിരുന്നുകളുടെയും നടുമേശയിൽ നടുമുറ്റത്ത് ഏറ്റവും സെൻട്രലെടുത്ത് വെച്ച് എല്ലായിടത്തും ആഘോഷം, സഭയ്ക്ക് അത് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ അപകടങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ന്യായീകരണം നല്ലതാ, പക്ഷേ നശിക്കാൻ നമ്മൾ തന്നെ മറ്റുള്ളവർക്കൊരു വഴി ഒരുക്കി കൊടുക്കരുതേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേര്. രണ്ട് കരമെടുത്ത് പറയും ഹല്ലേലൂയാ, യേശുവേ ആരാധന, ഹല്ലേലൂയാ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയാ. വ്യഭിചാരം ചെയ്യരുത്, അശുദ്ധാത്മാവ്, ദുരാത്മാവ് ഒരു സംഭവമാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെ ആവർത്തിക്കുക. അതായത് ഒരു 3 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടി, ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കൊച്ചാണിത്. ഈ കുട്ടിയുടെ ഇവരുടെ വീടിൻ്റെ തൊട്ടയൽവക്കത്തെ വീട്ടിൽ ഈ കുട്ടിയെ ഒരു ദിവസം അപ്പനമ്മയും കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവരിങ്ങനെ കൂലിപ്പണിക്ക് പോയി. വൈകുന്നേരം വന്നപ്പോൾ ഈ കുട്ടിയുടെ അമ്മയോട് അയൽക്കാർ പറഞ്ഞു, ഈ കൊച്ചിന് എന്തോ മോശം സ്വഭാവം കേട്ടോ, ഇവൻ്റെ പെരുമാറ്റത്തെ ശരിയല്ല, ഇവനെന്തോ കുഴപ്പമുണ്ട്, ഇവന് അശ്വതി സെക്സ് സംഭവമുണ്ട്. 3 വയസ്സുള്ള കുട്ടിയെക്കുറിച്ച്. അപ്പോൾ ഈ കുട്ടി വല്ല ഹോർമോണിൻ്റെ പ്രശ്നം, ഇതിനെ വല്ല ചികിത്സയ്ക്ക് നീ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെങ്കിൽ നീ നാണം കെടുമെന്ന് അയൽക്കാർ ഈ കൊച്ചിൻ്റെ അമ്മയോട് പറഞ്ഞു. അപ്പം അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ ചെക്കപ്പെല്ലാം നടത്തിയിട്ട് പറഞ്ഞു, ശരിയാണ്, ഈ കൊച്ചിന് ഹോർമോണിൻ്റെ പ്രശ്നം തന്നെയാണ്, ഹോർമോൺ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ട്, അതാണ് പ്രശ്നം, അതുകൊണ്ട് ഒരു മരുന്ന് കഴിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിരിക്കാൻ, അല്ലേ പ്രശ്നം ഉണ്ടാകുന്നു പറഞ്ഞു. അപ്പോൾ ഇത് നേരത്തെ ഉള്ള കൊച്ചിന് ഒരു ചെറുപ്പം മുതലേ 2 വയസ്സോ 3 വയസ്സോ തുടങ്ങിയ സംഭവമായിരിക്കും. അപ്പോൾ അവരെല്ലാം പരിശോധിച്ചിട്ട് ഡോക്ടർ, അപ്പോൾ ആ അമ്മയാകെ സങ്കടമായി, കാരണം ഈ മരുന്ന് കൊടുത്താൽ അപകടമാണ്, കൊടുത്തില്ലേലും അപകടം. പ്രശ്നം പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനുണ്ട്. വന്നപ്പോൾ അമ്മ കൊച്ചിന് ആൺകുട്ടി, അപ്പോൾ വന്നപ്പോൾ ഈശോ എനിക്കൊരു വെളിപാട് നിന്നിട്ട് ഞാനിങ്ങനെ അമ്മയോട് വെച്ചു, നീ ഈ പാപത്തിൻ്റെ വഴിയിൽ നടന്നിട്ടുണ്ടോ? ഒറ്റ ചോദ്യം. അവൾക്ക് അറിയാൻ തുടങ്ങി. ഓച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഇത് ഇങ്ങനൊരു സംഭവമുണ്ട്. മാതാപിതാക്കൾ വിശുദ്ധരായിട്ട് ജീവിച്ചാൽ മക്കളും വിശുദ്ധരായിട്ട് ജീവിക്കും. മാതാപിതാക്കൾ വഴിവിട്ട് ജീവിച്ചിട്ട് മക്കളോട് വിശുദ്ധരാകാൻ പറഞ്ഞാൽ നടക്കില്ല. ഇന്ന് പല മാതാപിതാക്കളും മക്കളെ ഓർത്ത് കരയുമ്പോൾ ആ കരച്ചിലിന് വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അവരുടെ രഹസ്യ ജീവിതം ഇന്ന് പരസ്യമായിട്ട് മക്കളോട് പുറത്തു വരാം. ഒറ്റ വിളിച്ച് ഈശോയെന്ന് വിളിച്ച് കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ ഉച്ചത്തിൽ. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഈ തിരുസഭയുടെ ധാർമ്മിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് അനുസരിച്ചുള്ള സെക്ഷുവാലിറ്റി, ലൈംഗികത എന്നുള്ള കുറിച്ച് പഠിപ്പിക്കുന്നത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന വലിയ ദാനങ്ങളിലൊന്നാണ് ലൈംഗികത. അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം പ്രജനനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക, തലമുറകളെ രൂപപ്പെടുത്താനുള്ള കൃപയാണ്. ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുന്ന വലിയൊരു പ്രക്രിയ. അതിനുവേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠമായൊരു വരമാണ് ഈ ലൈംഗികത എന്നുള്ള പുണ്യം. പ്രൈസ് ദി ലോർഡ്. 2 സഭ പഠിക്കും. ഇത് 2 ലക്ഷ്യങ്ങളാണ് സഭ പഠിക്കും. 1, ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം സ്നേഹിക്കാനും, 2, സ്നേഹത്തിലൂടെ വിശുദ്ധരായ കുഞ്ഞുങ്ങളെ ജനിക്കാനും. അപ്പം അതിന് പുറമേ ഉള്ള എല്ലാ തരത്തിലുമുള്ള ലൈംഗിക ആസ്വാദനങ്ങൾ പിശാചിൻ്റെ തട്ടിപ്പാണ്, പാപമാണ്. സാത്താൻ ദൈവത്തിൻ്റെ വലിയ കൃപയെ നശിപ്പിക്കുകയാണ്. ചില വിവാഹത്തിന് മുമ്പൊക്കെയുള്ള ചില ബന്ധങ്ങളൊക്കെ അതൊക്കെ നശിക്കാൻ സാത്താൻ തന്നെ ആ കുടുംബം നശിപ്പിക്കാൻ തീരുമാനമെടുക്കുകയാണ്. അപ്പം അത് തിരിച്ചറിയുന്നില്ല പലപ്പോഴും പല ആൾ. ദൈവം തന്ന ശ്രേഷ്ഠമായ ഈ ദാനത്തെ ദുരുപയോഗിക്കുന്നത് മാരകപാപം. അത് സ്വയംഭോഗമാണെങ്കിലും, സ്വവർഗരതി, ഹോമോസെക്സ് ആണെങ്കിലും,
ലെസ്ബിയൻ ആണെങ്കിലും എന്ത് സാധനം ഈ അശുദ്ധ ചിത്രങ്ങൾക്കെല്ലാം മുമ്പ് നിൽക്കുമ്പോൾ അത് മുഴുവൻ ഈവിൾ സ്പിരിറ്റുകൾ കയറിപ്പിട്ടി. ഞാനിത് വെറുതെ ഭയപ്പെടുത്താൻ പറയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ കൃപയാലും കർത്താവ് എന്നെ സഹായിച്ചത് കൊണ്ട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനം എൻ്റെ മുമ്പിൽ വെച്ച് അവരിലുള്ള അന്ധകാരം വെളിപ്പെടുന്നത് ഞാൻ കർത്താവിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടാൽ മതി, ഒരു നിർബന്ധമില്ല. ഒറ്റ വിളി, ഈശോയെ എന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മുഴുവൻ തീരും. ഒറ്റ പുണ്യം പാലിച്ചാൽ മതി, വിശുദ്ധി പാലിച്ചാൽ മതി, വിശുദ്ധരായാ മതി. എല്ലാ പ്രശ്നവും തീരുവേ, എല്ലാ കോമ്പറ്റീഷനും തരും, എല്ലാ അഹങ്കാരവും മാറും, എല്ലാ പ്രശ്നവും മാറും. വിശുദ്ധി പാലിച്ചാൽ. വിശുദ്ധിക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. നിന്റെ കണ്ണുകൊണ്ടോ നിന്റെ മനസ്സുകൊണ്ടോ ചിന്ത കൊണ്ടോ പാപം ചെയ്യരുത്. ദൈവം തന്ന ശ്രേഷ്ഠമായ കൃപയെ നശിപ്പിക്കരുത്. വളരെ താക്കീതോടെ അച്ഛൻ പറയുക, സ്ഥിരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഈ അമ്മ വരവായിട്ട് എൻ്റെ അടുത്ത് കരഞ്ഞു. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ കാര്യം എന്നോട് പറഞ്ഞ്. അപ്പം ഈ സമയത്ത് കുട്ടി ഇങ്ങനെ എൻ്റെ മുറി കയറി ഇറങ്ങി ഇങ്ങനെ ഓടി നടപ്പുണ്ട്, ആളുകളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഈ ശശി കൊച്ചിനെ കൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ഇവളെ കുമസാരിപ്പിച്ച് ഇവക്കൊരു ഡെലിവറൻസ് പ്രയർ ആദ്യം കൊടുത്ത ശേഷം ഞാൻ ഇവനെ കൊച്ചിനെ കൊച്ചിനെ പിടിച്ചോണം. 3 വയസ്സ് വെച്ചോളൂ. കുസൃതിയോടുകൂടി നിൽക്കുന്നത് ഒന്ന് ഞാൻ തലയെ കുറിച്ചൊരു കുരിശ് വരച്ചു, 2-3 കുരിശ് എനിക്കൊരു കൃപ തന്നിട്ടുണ്ട്. കുരിശ് വരച്ച് കാണിച്ചു, എൻ്റെ ആനാമ്പളം തെളിച്ചു. ബോധം കെട്ടു വീഴുവോ അടയാളോ ഒന്നും സംഭവിച്ചില്ല. അതൊന്നും ആവശ്യം നിർബന്ധം എന്നുള്ള കാര്യമൊന്നുമില്ല. പ്രസലോഷ് അന്ധകാരം വിട്ടുപോയാൽ മതി, അടയാളം ഉണ്ടാകേണ്ട ആവശ്യമില്ല. പ്രസലോഷ് അത് വിട്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല അടയാളമല്ല പ്രധാനപ്പെട്ടത്. പ്രസലോഷ് പ്രധാനപ്പെട്ടത് ആ വ്യക്തിയിൽ അന്ധകാരം മാറുക എന്നുള്ളതാണ്. പ്രസലോഷ് അല്ലാതെ വേറെ അടയാളത്തിന് കാര്യമൊന്നുമില്ല. സർവോടത്തി പറഞ്ഞ ഹല്ലേലൂയ. ചില ആൾക്കാർ അടയാളം കെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അന്ധകാരം വിട്ടുപോകുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം അങ്ങനെ കുരിശ് പ്രാർത്ഥിച്ചു. ഇവനെയും കൊണ്ട് അമ്മ എടുത്തുകൊണ്ട് പോയി. 1 മാസം കഴിഞ്ഞില്ല അമ്മ എൻ്റെ അടുത്തൊന്ന് അച്ഛോ ഒത്തിരി നന്ദി വെച്ചു കരഞ്ഞുകൊണ്ട്. എന്താ അച്ഛൻ അന്ന് അച്ഛൻ തലേക്ക് വെച്ചില്ലേ, പിന്നെ ഇവന് യാതൊരു കുഴപ്പമില്ല, അവൻ്റെ യാതൊരു പ്രശ്നവുമില്ല, അവൻ്റെ 100% നോർമലായി. അവന് മരുന്നും കൊടുത്തില്ല, ഒരു മരുന്നും കൊടുത്തില്ല, ഒരു സംഭവം ചെയ്തില്ല, അവൻ്റെ കെട്ടഴിഞ്ഞു. യേശുവെ സ്തുതിക്കുന്നു. ഇന്ന് ഇൻ്റർനെറ്റിനും മൊബൈൽ ഫോണിനും അഡിക്ഷനായി കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേര് ക്ലാസ് തരുന്ന സമയമാണ്. മക്കളെ സൂക്ഷിച്ചോണം. സ്വർഗത്തിൻ്റെ മക്കളാകണമെങ്കിൽ വിശുദ്ധി ഉണ്ടാകണം, വിശുദ്ധിയിൽ വളരണം, വിശുദ്ധിക്കെതിരായി പാപം ചെയ്യരുത്. അതാര് നിർബന്ധിച്ചാലും പരിയകുരോത്തി പുണ്യവതിയെ വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപം ചെയ്യിക്കാൻ ശത്രു വരുമ്പോൾ അവൾ അതിൻ്റെ മുമ്പിൽ നമുക്കറിയാം, അവൻ കടാര കൊണ്ട് അവളെ കുത്തി കൊല്ലുമ്പോഴും അവൾ വിശുദ്ധി എന്ന പുണ്യത്തിന് വേണ്ടിയാണ് അവൾ ആ മരണം തയ്യാറാകുന്നത്. അതൊക്കെ ആത്മീയത. അല്ലാതെ ഈ 2 വള്ളത്തെ കാല് വെച്ചുകൊണ്ടുള്ള ഹല്ലേലൂയ വിളിയോ യേശുവേ സ്തോത്രമൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. 2 തരത്തിലുള്ള ജീവൻ നയിച്ചുകൊണ്ട് എല്ലാവരോടും കോംപ്രമൈസ്. പാപത്തെ കാണുമ്പോൾ വീട്ടിൽ കയറ്റി ഇരുത്തുകയാ, നാട്ടിൽ കൊണ്ടുപോവുകയാ, പോകുന്ന വഴിയെല്ലാം കൊണ്ടുപോവുകയാ. അങ്ങനെ പോകുന്നവൻ്റെ ഈ കള്ള ക്രിസ്ത്യാനി ആകരുത്. ക്രിസ്ത്യാനി ആകുകയാണെങ്കിൽ നല്ല ക്രിസ്ത്യാനി ആകുക, വിശുദ്ധനായ ക്രിസ്ത്യാനിയ, വിശുദ്ധയായ ക്രിസ്ത്യാനിയാകുക. ജെറമ്യ 4:14 ജെറുസലേമേ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ദുഷിച്ച ചിന്തകളും പേറി നടക്കുക. സർവ്വത്തെ സ്തുതിക്കട്ടെ. കൈയടിച്ച് കർത്താവെന്ന് പറഞ്ഞ ഉച്ചത്തെ പറയാം ഹല്ലേലൂയ. ഒരു 5 വർഷം മുമ്പ് ഞാൻ ധ്യാനാവസരത്തിൽ പൊതുജനത്തോട് പറയുമായിരുന്നു, പ്രേമവിവാഹങ്ങളിൽ അപകടമുണ്ട്. എൻ്റെ അടുത്ത് വരുന്നതിലൊരു 60% വിവാഹമോചന കേസ് മൊത്തം പ്രേമവിവാഹം എന്ന് പറയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയല്ല. ഇന്ന് വരുന്ന ഡിവോഴ്സ് കേസിൽ 90% കേസും പ്രേമിച്ചുള്ള കല്യാണങ്ങളുടെയാണ്. കാരണം ഇത് ബന്ധം ഉണ്ടാകുന്ന ഈ കാമാസക്തി കേട്ടി ഒരുപ്പിക്കുന്നു. പക്ഷേ ആ നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ പിശാച് വിട്ടുപോകും.
അപ്പോൾ പിന്നെയാണ് പച്ചയായ ജീവിതം കാണാൻ പോകുന്നത്. അപ്പോൾ അവനെ ഉൾക്കൊള്ളാൻ പറ്റില്ല, അപ്പോൾ അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ പറയും, പെരുമഴ പെയ്യുമ്പോൾ പുഴ നിറഞ്ഞ് ജലമൊഴുകുന്നത് പോലെ പ്രേമത്തിൻ്റെ കാലം. അപ്പോൾ ആ പുഴയുടെ ആഴങ്ങളോ പുഴയ്ക്കകത്തുള്ള അപകടങ്ങളോ ഇതൊന്നും ആർക്കും അറിയത്തില്ല. ഇത് വികാരം ഇങ്ങനെ ആസക്തി തിളച്ചു നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് കുറവുകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ പെരുമഴ, ഈ ജലമങ്ങ് വറ്റിപ്പോവേ. അപ്പോഴാണ് ഭാര്യ, അവൾ ശരിയല്ലച്ചോ, അവളുടെ വീട്ട് ശരിയല്ല, അവളുടെ അപ്പൻ ശരിയല്ല, അമ്മമ്മ ശരിയല്ല, സഹോദരൻ ശരിയല്ല, അത് ശരിയല്ല, ഇത് ഭർത്താവ് ശരിയല്ല, അവൻ്റെ അത് ശരിയല്ല, അവനിതല്ല, അവളതാണ് മുഴുവൻ. കാരണം ഇത് മുഴുവൻ ആസക്തിയാകുന്ന അന്ധകാരം കയറി ബന്ധിച്ചു. പാപം ചെയ്യരുത്. സഭയിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ച് ബൈബിള് തൊട്ട് സത്യം ചെയ്തുകൊണ്ട് വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുന്നതിന് ശേഷമല്ലാതെ, ഭാര്യാഭർത്താക്കന്മാരാ ആയ ശേഷമല്ലാതെ കുടുംബജീവിതത്തിലേക്ക് പോയേക്കരുത്. അല്ലാതെ ചെയ്യുന്നത് പാപമാ, മാരക പാപമാ. അതിന് ആരെന്ത് നല്ല വാക്ക് പറഞ്ഞാൽ ഏത് മനുഷ്യനോട് അവൻ പിശാചിൻ്റെ കൂടപ്പിറപ്പാണെന്നുള്ള കാര്യം ഓർത്തു. അവനെന്തിനു വന്നത്? കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും. കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും. കൈയടിച്ച് കത്തന്നെ പറട്ടെ, കരകുളിയർത്തി അടിച്ച് ഒറ്റ വിളി ഈശോയേന്ന് വിളിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടേക്ക് വിവാഹം നടക്കും. അത് ഓരോ വിശ്വാസത്തിൽ കഴിയുന്നവരുണ്ട്. ഇവിടെ പല വിശ്വാസമുള്ളവർ ഇവിടെ വചനം കേൾക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ക്രൈസ്തവരായ ദൈവമക്കളോട് വിവാഹം എന്നത് നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉള്ളവരെ തന്നെ വിവാഹം കഴിക്കണം. കാരണം അതൊരു ബന്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിശ്വാസമായിരിക്കണം, എങ്കിലേ അവിടെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ, ഒരു ദൈവം ഉണ്ടാവുള്ളൂ. ദൈവത്തിൻ്റെ ആവശ്യം വേണ്ടെന്ന് പറയുന്ന മക്കൾ ഓർത്തോണം, ദൈവത്തിൻ്റെ ആവശ്യം നിനക്കുണ്ടാകും. പ്രസലോഷ് എല്ലാവരുടെ ജീവിതത്തിൽ ദൈവത്തെ ഇല്ലാതെ മുന്നോട്ട് പോകാമെന്നൊക്കെ ഒരു കാലത്ത് അഹങ്കാരം കൊണ്ട് പറയും. പക്ഷെ നീ തന്നെ പറയും, ദൈവമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നീ ദൈവമെന്ന് കരുതിയ ആ പെണ്ണല്ല ചെറുക്കൻ. നിന്നെ ചതിക്കുന്നൊരു സമയം വരുമ്പോഴാണ് ശരിക്കും ദൈവത്തിൻ്റെ ആവശ്യം നിനക്ക് വരും സമയം. അതുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് മാറിയുള്ള വിവാഹങ്ങളെ ഒരിക്കലും പരിശുദ്ധാത്മാവ് അത് പാടില്ല. പ്രസ്തലോഷ് വിശ്വാസത്തോട് ചേർന്ന് നിൽക്കട്ടെ. ഒരുമിച്ച് പള്ളിയിൽ കൂദാശ സ്വീകരിച്ച് ബലിയർപ്പണം നടത്തി പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വിശുദ്ധ കുടുംബം വളർത്തിയെടുക്കുന്ന നല്ല ക്രൈസ്തവ കുടുംബങ്ങളുണ്ടാകണം. എല്ലാ വിശ്വാസമുള്ളവർ അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിലുള്ള എൻ്റെ വിശ്വാസം. അവസരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതിന് വ്യർത്ഥമായിട്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കർത്താവ് ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കണം, തിരുസഭയിലൂടെ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ കൃപയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ അഭിഷേകത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് തിരുസഭയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് തിരുസഭയെല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് പ്രത്യേകമായുധം ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഈ ദേശത്തുള്ള എല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് അപ്പസ്തോലിക കൃപയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഇത് കൽപ്പിക്കുന്നു. കർത്താവായ ഈശോയുടെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ സ്ഥലത്തിൻ്റെ മേൽ, ഈ മക്കളുടെ മേലോട്, കുടുംബങ്ങളുടെ മേൽ രഹസ്യമായും പരസ്യമായും ദൃശ്യമായും അദൃശ്യമായും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ആത്മാക്കളെയും ദുഷ്ടവിശ്വാസികളെയും, ആ പുരാതന സർപ്പത്തെ 33:1-3 ആത്മാക്കളെ, 34:4-7 വരെയുള്ള വചനത്തിൽ ആത്മാക്കളെ, വെറുപ്പിന് കായേൻ്റെ രൂപികളെ, ഹോസ്യാജനന്റെ അശുദ്ധാത്മാക്കളെ ഈശോമിശിഹായുടെ നാമത്തിൽ അപ്പസ്തോല പ്രവർത്തനം 16, 17, 18, 19 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, 19:34 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധിച്ച് 8:31 ബഹിഷ്കരിക്കുന്ന സ്ഥലത്തിലും യേശുനാമത്തിൽ ഇറങ്ങിപ്പോൻ ആജ്ഞാപിക്കുന്നു. ഈ ദേശത്തുള്ള മക്കളുടെ ശരീരത്തിലെ രോഗങ്ങൾ, രോഗപീഠകൾ, തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ജോലി തകർച്ചകൾ, വിവാഹ തകർച്ചകൾ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, പൈശാചിക മേഖല, അങ്ങനെയുള്ള ബന്ധനങ്ങൾ, രോഗങ്ങൾ, മാരക രോഗം, മാറാരോഗങ്ങൾ,
പൈശാചിക പിടിയിൽക്കുള്ള രോഗങ്ങളാൽ വലയുന്ന മക്കൾ ആരെല്ലാം ഇപ്പോൾ ഈ കൂട്ടായ്മയിലും ഈ ശുശ്രൂഷയിൽ ലോകത്ത് എവിടെയെല്ലാം ഇരുന്നുകൊണ്ട് കൂടുന്നുണ്ടോ, ആരെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടോ, സംശയമില്ലാത്ത മക്കൾ ആരെല്ലാം ഉണ്ടോ, ആ മക്കളുടെ മേൽ കുടുംബങ്ങളുള്ള ദുഷ്ടവിശ്വാസങ്ങളെ, രോഗപീഠകളെ, പാപപീഠകളെ ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് ബന്ധിക്കുന്നു. ബഹിഷ്കരിക്കുന്നു. ഈ ദേശത്തുള്ള മക്കൾ ആരെല്ലാം സഭയ്ക്ക് വിരുദ്ധരായ മക്കളുണ്ടോ, വിശ്വാസമില്ലാത്ത മക്കള്, സത്യസഭയോട് സത്യവിശ്വാസത്തിനും അകന്നു കഴിയുന്ന മക്കള്, പാപകരമായ ബന്ധങ്ങളിൽപ്പെട്ടിരിക്കുന്ന മക്കള്, വ്യഭിചാരത്തിന് സ്വവർഗരതികളെ ദുർഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കുന്ന മക്കൾ ആരെല്ലാം ഉണ്ടോ, മദ്യത്തിൻ്റെ, പുകവലിയുടെയും മയക്കുമരുന്നിൻ്റെയും ആ ജീവിതത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കൾ, അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, സത്യസഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ഫ്രണ്ട്ഷിപ്പിൽ കഴിയുന്ന മക്കൾ ആരെല്ലാം ഉണ്ടോ, അവൻ്റെ മേലും അവളുടെ മേലും പ്രവർത്തിക്കുന്ന ദുഷ്ടജന്തുക്കളെ, പൈശാചിക ആത്മാക്കളെ മൊത്തത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് ബന്ധിച്ചിരിക്കുന്നു. യേശുവിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. വിദേശത്തുള്ള മക്കള്, നിരാശപ്പെട്ടിരിക്കുന്ന മക്കള്, കുടുംബം തകർന്നവർ, ഒറ്റപ്പെട്ടു പോയവർ, ആരുമില്ലാത്ത മക്കൾ, മനസ്സ് തകർന്ന മക്കള്, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തകർച്ചകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന മക്കളുണ്ടോ, ആ മക്കളെ ദുരിതപ്പെടുത്തുന്ന തകർക്കുന്ന ദുഷ്ടപിശാചുകളെ, അശുദ്ധാത്മാക്കളെ പരിശുദ്ധ കുർബാനയിൽ ജീവനോട് എഴുന്നള്ളിരിക്കുന്ന ഉത്ഥിതനായ യേശുവിന്റെ നാമത്തിന് ബന്ധിച്ചിരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മക്കളെ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എല്ലാ വേദന കൊടുത്ത്, ഒരു 7 നിയോഗം കൊടുത്ത് ഈശോ ഏറ്റെടുക്കുന്നു. യുവാക്കള്, യുവതികള്, അപ്പനമ്മമാര്, മുതിർന്നവര്, വാർദ്ധക്യത്തിൽ പോകുന്നൊക്കെ പ്രാർത്ഥിച്ച്, എല്ലാം പ്രാർത്ഥിച്ച് ഈശ്വരൻ സമർപ്പിച്ച് ഇത് കർത്താവ് നമ്മെ ആശീർവദിക്കാൻ പോകുന്ന വലിയ സമയമാണ്, വലിയ കൃപയുടെ സമയമാണ്. വിഷയം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന മക്കള് കണ്ണു തുറന്ന് ഈശോയോട് നോക്കിയിട്ട് ചങ്ക് പൊട്ടി അങ്ങ് ഈശോയെന്ന് വിളിച്ച്, യേശുവെന്ന് വിളിച്ച്, യേശുവെന്ന് ചങ്ക് പൊട്ടി വിളിച്ച്, യേശുവെന്ന് വിളിച്ച്, പോരാ പോരാ യേശുവേ, അഭിഷേക പെരുമഴ, കൃപയുടെ അഭിഷേകം, കൃപയുടെ അഭിഷേകം.